ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ മൈ ട്രിക്സ് ആൻഡ് ടിപ്സ്. ഞാൻ നിങ്ങളോടൊപ്പം സീനത്ത് സലീം ഫ്രം കാലിക്കറ്റ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഗാർഡൻ ടൂർ വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊരു ഗാർഡൻ കാണിച്ചു തരാമെന്ന്. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ഗാർഡൻ ആണിത്. ₹1 പോലും ചിലവഴിക്കാതെയാണ് ഈ ഒരു ഗാർഡൻ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗാർഡൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നല്ലേ, അതായത് നമ്മുടെ കിച്ചണിൽ വേസ്റ്റ് വരുന്ന സാധനങ്ങൾ മാത്രമാണ് ഈ ഒരു ചെടികൾക്ക് വളങ്ങളായിട്ട് ഇവർ ചെയ്തിട്ടുള്ളത്. അതായത് കിച്ചൺ വേസ്റ്റ് കൊണ്ടാണ് ഇത്രയും മനോഹരമായ ഒരു ഗാർഡൻ ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പൂവുകളും ഇലകളും ഒക്കെ ഈ ചെടികളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇവർ പോട്ട് ഒന്നും വാങ്ങിച്ച് കാശ് കളഞ്ഞിട്ടല്ല ഈ ഒരു ഗാർഡൻ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വീടുകളിൽ നമുക്ക് ഒരുപാട് വേസ്റ്റായി പോകുന്ന ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, കാസറോൾ, അങ്ങനത്തെ ഒരുപാട് പഴയ ബക്കറ്റുകൾ, അങ്ങനത്തെ ഒരുപാട് വേസ്റ്റായി പോയ പൊട്ടിപ്പോയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അതിലൊക്കെ ചെടികൾ നട്ടിട്ടാണ് ഈ ഒരു ഗാർഡൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ വിചാരിക്കും നല്ല മണ്ണിൻ്റെ പോട്ട് അല്ലെങ്കിൽ സിമൻറ്റ് പോട്ടൊക്കെ നമ്മൾ കടകളിൽ നിന്നും 60, 80, 100 രൂപയൊക്കെ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞ് അതിൽ ചെടി നട്ട് വളർത്തിയാൽ മാത്രമേ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ധാരണ പലർക്കും ഉണ്ട്. പക്ഷേ ഈ ഒരു ഗാർഡൻ കാണുന്നതോടുകൂടി നിങ്ങളുടെ ആ ധാരണ എന്തായാലും മാറിക്കിട്ടും. ഈ ഒരു ഗാർഡൻ്റെ 2 സൈഡിലും, അതായത് നമ്മൾ കയറി വരുന്ന നടയുടെ 2 സൈഡിലും ഫുള്ളായിട്ട് മണ്ണ് ഫില്ല് ചെയ്തിട്ട് അതിൽ നിലത്തും പിന്നെ ഞാൻ പറഞ്ഞല്ലോ പഴയ നമ്മുടെ വേസ്റ്റായി പോകുന്ന കുറേ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അതിലൊക്കെ മണ്ണ് നിറച്ചിട്ടും അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഗാർഡൻ ഇവർ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു ഗാർഡനിൽ നട്ടിട്ടുള്ള ചെടികളൊന്നും തന്നെ ഒരു പൈസയും കൊടുത്തിട്ട് വാങ്ങിച്ച ചെടികളല്ല എന്നുള്ളതും ഈ ഒരു ഗാർഡൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. കാരണം ഇത് നമ്മുടെ അയൽവക്കത്തൊക്കെയുള്ള വീടുകളിൽ നിന്നും ചെറിയ ചെറിയ പീസുകൾ ചെടി കൊണ്ടുവന്നിട്ട് വളർത്തി വലുതാക്കി ഇത്രയും മനോഹരമാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓണർ അസ്മയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അസ്മയാണ് ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി. അപ്പോൾ ചെടികൾ നടുമ്പോൾ പ്രത്യേകിച്ചൊരു ഐഡിയ ഒന്നും ആൾക്ക് ഉണ്ടായിരുന്നില്ല. അവരുടെ ഒരു ചെറിയ ഐഡിയയ്ക്ക് അനുസരിച്ച് അങ്ങനെ അങ്ങ് നടുകയാണ് ചെയ്തത്. അപ്പോൾ മിക്സായിട്ടാണ് ഇവിടെ ചെടികൾ നട്ടിട്ടുള്ളത്. അതായത് പല തരത്തിലുള്ള പൂക്കളുള്ള പല കളറുകളിലുള്ള ചെടികൾ മിക്സായിട്ട് നട്ടുകൊടുത്തത് കാരണം തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടായി വന്നപ്പോൾ ഈ ഗാർഡൻ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. കാരണം പല കളേഴ്സിലുള്ള പൂവുകൾ ഇങ്ങനെ ഇടകലർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് കാണാനായിട്ട് ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ വരാറുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാരണം ഇത് മെയിൻ റോഡ് സൈഡിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. അത് കാരണം തന്നെ പുറത്തുനിന്ന് പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ഗാർഡൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാവരും കയറി ഈ ഒരു ഗാർഡൻ സന്ദർശിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒരുപാട് വൈകിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യാനായിട്ട്. കാരണം ഒരു 6 മാസം കൊണ്ടൊക്കെയാണ് ഈ ഒരു ഗാർഡൻ ഇയാൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം ചെടികളൊക്കെ നട്ട് വളർത്തി അതിന് ചാണകവളം അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. പിന്നീട് ചാണകവളം യൂസ് ചെയ്തിട്ടേ ഇല്ല. പിന്നെ ഈ എല്ലാ ചെടികൾക്കും അവർ ചെയ്യുന്നത് തേയില വെള്ളം ഉണ്ടല്ലോ, അതായത് കട്ടൻ ചായ നല്ല പോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതിനെല്ലാം ഒഴിച്ചു കൊടുക്കും. ആ ഒരു ഫെർട്ടിലൈസർ മാത്രമാണ് ഈ ഒരു ചെടിക്ക് കൂടുതലായിട്ട് ഇവർ കൊടുത്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ചെടികളും നല്ല ബുഷിയായിട്ട് വളർന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ എല്ലാ ചെടികളിലും പൂക്കളും ഉണ്ട്, നല്ല നിറയെ പൂക്കളുണ്ട്. അപ്പോൾ ആ ഒരു പൂക്കളുള്ളത് കൊണ്ടായിരിക്കും ഈ ഒരു ഗാർഡൻ ഇത്രയും മനോഹരമായിട്ടുള്ളത്. പിന്നെ ഒരു കുറച്ച് ചട്ടികൾ ആളുടെ കയ്യിലുണ്ട്, ഒരു 5-10 ചട്ടികളുണ്ട്. അതിൽ അവർ ചെടി നട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബൊഗൈൻവില്ലയാണ് ഈ കാണുന്നത്. അത് തന്നെ 2-3 കളേഴ്സുകളുള്ള ബൊഗൈൻവില്ല 2-3 കൊമ്പുകളായിട്ട് ഒരു ചട്ടി തന്നെ നടും. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഒരു ചട്ടിയിൽ തന്നെ 3-4 കളറുകളിലുള്ള പൂക്കൾ ഉണ്ടായി വരും. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ മുമ്പൊക്കെ എല്ലാ വീടുകളിലും നിറയെ ഉണ്ടായിരുന്നൊരു ചെടിയാണിത് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇവിടെ പൂത്തൊളഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ കാശിത്തുമ്പയാണിത്. ഇതിൻ്റെയും ഒരുപാട് വെറൈറ്റി കളറുകളുണ്ട്. ഇതൊന്നും പിന്നീട് അവർ പറിച്ച് നട്ടൊന്നും കൊടുക്കുന്നില്ല കേട്ടോ.
അതായത് അതുമെന്ന് വിത്ത് അവിടെ തന്നെ വീണിട്ട് അവിടെ വീണ്ടും പുതിയ ചെടികൾ ഉണ്ടായി, അതിൽ പൂക്കൾ ഉണ്ടാകുക, അതിൽ നിന്ന് വീണ്ടും വിത്തുകൾ ഉണ്ടാവും, അവിടെ നിലത്ത് വീഴും, വീണ്ടും ഉണ്ടാവും. അങ്ങനെ അങ്ങനെ നിറയെ ചെടികൾ ഉണ്ടാവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പൂവുകളില്ലാത്ത ചെടികളുണ്ട്, ഇൻഡോർ പ്ലാന്റ്സുകളും എല്ലാം ഇതിൻ്റെ ഇടയിലായിട്ട് തന്നെയാണ് കേട്ടോ ആൾ നട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ റോസൊക്കെ നല്ലോണം പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ യൂഫോർബിയ, അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഗാർഡനിൽ ഒരു 100-ൽ പരം ചെടികൾ ഇതിലുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ എണ്ണീട്ടില്ല, എന്നാലും ഏകദേശം ഒരു കൗണ്ട് ചെയ്തപ്പോൾ എനിക്കൊരു 100-ൽ പരം ചെടികൾ ഈ ഒരു ഗാർഡനിലുണ്ട്. പിന്നെ ഇത് കളർ ചെടികൾ, അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് കളറുകൾ ഇതിലുണ്ട്. പിന്നെ ഈ ഒരു ചെടി കണ്ടില്ലേ, ഇതിൻ്റെ പൂക്കൾ കാണാൻ എന്തൊരു ഭംഗിയാണ്. വൈറ്റിൻ്റെ ആ മിഡിൽ പോർഷനിലായിട്ട് നല്ല ഒരു പിങ്ക് കളർ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ നിറയെ പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ പിന്നെ ചെടികൾ നട്ട് വളർത്തുമ്പോൾ ഇവർ ചെയ്തിട്ടുള്ള വേറൊരു കാര്യം വെച്ചാൽ രാവിലെയും വൈകുന്നേരവും ഈ ഒരു എല്ലാ ചെടികളുടെയും അടുത്ത് ഒന്ന് പോയിട്ട് അതിനൊന്ന് തൊട്ടുരുമ്മി, അതിനോടൊന്ന് കഥ പറഞ്ഞ്, അതിനൊന്ന് തൊട്ട് തലോടി, അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഇത് ഇത്രയും നല്ല ഭംഗിയായിട്ട് പൂത്തുലഞ്ഞ് നിൽക്കുന്നത്. ഒരു ടൈമിലാണ് ഇവർ നനച്ചു കൊടുക്കുന്നത്. നല്ല വെയിലുള്ളൊരു സൈഡിലാണ് ഈ ഒരു ഗാർഡൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ ജസ്റ്റ് എല്ലാം ഒന്ന് നനച്ചു കൊടുക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വളങ്ങളൊന്നും ഇവർ യൂസ് ചെയ്യുന്നില്ല. കോസ്മസ് ഒക്കെ കണ്ടോ എന്തോരം നല്ല ഭംഗിയിലാണിത് ഉണ്ടായിട്ടുള്ളത്. അതിൽ വരുന്ന കണ്ടോ ഓരോ ഉറുമ്പുകളും പാറ്റകളും വണ്ടുകളും, അങ്ങനെ ഒരുപാട് അതിഥികളുണ്ട് കേട്ടോ ഈ ഗാർഡനിൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവർ കിച്ചൺ വേസ്റ്റ് മാത്രമാണ് ഈ ഒരു ഗാർഡനിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ വീടുകളിൽ നമ്മൾ ഓംലേറ്റ് ചെയ്യാനൊക്കെ എടുക്കുന്ന മുട്ടയുടെ തൊലി, അങ്ങനെ പിന്നെന്താ പറയുക, പിന്നെ ഉള്ളിയുടെ തൊലി, അങ്ങനത്തെ കിച്ചണിൽ വരുന്ന വേസ്റ്റുകളെല്ലാം തന്നെ ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ട് അതിനെ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കും. എന്നിട്ട് അതൊന്ന് അലിഞ്ഞ് ചേരുന്ന ഒരു 4-5 ദിവസം അങ്ങനെ വെച്ചിട്ട് അതിന് ശേഷം ആ ഒരു വേസ്റ്റുകളെല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ എല്ലാത്തിലും നല്ലപോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമുക്ക് പുറത്തുനിന്ന് വളങ്ങളൊന്നും കാശ് കൊടുക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ നല്ലൊരു ഗാർഡൻ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതിന് ഉത്തമ ഒരു മാതൃകയാണ് ഈ ഒരു ഗാർഡൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആരും ചിന്തിക്കേണ്ട പുറത്തുനിന്ന് വളങ്ങളും കാര്യങ്ങളും ഒരുപാട് പൈസ ചിലവിട്ടിട്ട് വേണം ഗാർഡൻ ഉണ്ടാക്കാൻ എന്നുള്ള ഒരു ധാരണ ആർക്കും വേണ്ട. കാരണം ഇതുപോലെ എല്ലാവർക്കും നല്ല ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ പിന്നെന്താണ്, ഇതിൽ ഒരുപാട് വെറൈറ്റീസ് കാശിത്തുമ്പുണ്ട് കേട്ടോ. ലൈറ്റ് പിങ്ക്, റെഡ്, പിന്നെ വയലറ്റ്, ഡാർക്ക് പിങ്ക്, അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ പലയിടങ്ങളിലും നമ്മൾ ചട്ടിയിലൊക്കെ നട്ടിട്ടാണ് കാണാറുള്ളത് അല്ലേ. ഇതൊക്കെ നല്ല ബുഷിയായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു കട്ടൻ ചായ നല്ല ഡൈല്യൂട്ടായിട്ട് ചെടികൾക്ക് ഒഴിക്കുമ്പോൾ അത് നല്ല പോലെ ചെടികൾക്ക് വളമായിട്ട് മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയിട്ടോ. കാരണം ഇത് കണ്ടോ, ഈ റോസ ചെടിയെല്ലാം ഒരുപാട് ആളുകൾ ഇവിടെ ചെടി വാങ്ങിക്കാനായിട്ട് വരും. സെയിലൊന്നുമല്ല, ആള് വരുമ്പോൾ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ റോസാ ചെടിയിലൊക്കെ ഇഷ്ടംപോലെ പൂവുണ്ടായിരുന്നു അത്ര. അപ്പോൾ അങ്ങനെ ഓരോ കൊമ്പ് ഇങ്ങനെ ഓരോരുത്തർക്ക് മുറിച്ച് കൊടുത്ത് ആ ചെടിയിൽ ഇപ്പോൾ പൂക്കൾ അങ്ങനെ ഇല്ല. ഇപ്പോൾ പുതുതായിട്ട് അതിലിങ്ങനെ കൊമ്പുകൾ വളർന്നു വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിലൊക്കെ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ ഇടാം കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഇതിനെന്താ പറയുക, എനിക്ക് ഈ ചെടികളുടെ എല്ലാത്തിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ. നമ്മൾ ചെട്ടിച്ചെടി എന്ന് പറയും. പിന്നെ നമ്മളിതിന് വേറെന്തോ ഒരു പേരുണ്ട്, അത് ഞാൻ മറന്നു. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എന്ത് തിങ്ങി നിറഞ്ഞിട്ടാണ് അതിൻ്റെ ഇതളുകളുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പല ചെടികളും മിക്സ് ചെയ്ത് നട്ട് കാരണം ഈ ഒരു ഗാർഡൻ്റെ ഭംഗി 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. കണ്ടോ, യൂഫോർബിയൊക്കെ പല കളറുകളാണ് ഒരു ചട്ടി തന്നെ നട്ടിട്ടുള്ളത്. അതുകൊണ്ട് മിക്സായിട്ട് പൂവുണ്ടാകുമ്പോൾ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ ഔട്ട്ഡോറിൽ തന്നെയാണ് ആൾ വെച്ചിട്ടുള്ളത്. പിന്നെ വീടിൻ്റെ തൊട്ട് മുന്നിലായിട്ട് വരാന്തയുടെ സൈഡിലായിട്ട് ഇതുപോലെ ഒരു ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സും ഉണ്ട് ആളുടെ കയ്യിൽ.
പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ കവറിലൊക്കെയാണ് നട്ടിട്ടുള്ളത്. ഹാങ്ങിങ് പ്ലാന്റ്സിൽ ഇവിടെ ഇപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇല്ല. നമ്മുടെ ടർട്ടിൽ വൈനാണ് ഇവിടെ 2 സൈഡിലായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നല്ല പോലെ വളർന്നിട്ടുണ്ട് കേട്ടോ. നല്ല ബുഷിയായിട്ട് തന്നെ വളർന്ന് തൂങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വീടിൻ്റെ 2 സൈഡിലും ഇതുപോലെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ചെടികൾ എങ്ങനെയാണ് നടുന്നതെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ പ്ലാസ്റ്റിക് കവറുകളിൽ കുറച്ച് മണ്ണും അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെടികൾ ചെറിയ ചെറിയ പീസ് കൊണ്ടുവന്നിട്ട് ഇതുപോലെ നട്ട് വെക്കും. ഇത് നട്ട് വെച്ചിട്ട്, അതായത് ഒരുപാട് വെയിലുള്ള സ്ഥലത്തല്ല അത് വെക്കുന്നത്, വെയിൽ കുറഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് അത് മുളച്ച് വരുന്ന സമയത്ത് എടുത്തിട്ട് ഗാർഡനിലോട്ട് നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ അത്യാവശ്യം കയ്യിലുള്ള ചട്ടികളിലും കവറുകളിലും ഒക്കെ ആയിട്ടത് മാറ്റി നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു തരം നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പന്നീറാണ് കേട്ടോ ഇത്. അതായത് ഒരുപാട് അതളുകൾ ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഗാർഡന് ഇപ്പോൾ ഒരു സൈഡിലാണ് നല്ല കംപ്ലീറ്റ് ആയിട്ട് ഗാർഡൻ ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ മറ്റേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പോൾ ജസ്റ്റ് കുറച്ച് ചെടികൾ വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതൊക്കെ വളർന്ന് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് എണ്ണത്തിൽ മാത്രമേ പൂക്കളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അത് ബുഷിയായിട്ട് വളർന്ന് തുടങ്ങിയിട്ടില്ല. അതായത് ജസ്റ്റ് ഇപ്പോൾ ഒരു മാസം കൊണ്ടൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ ആ ലെഫ്റ്റ് സൈഡിലുള്ളത്. റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് ചെടികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് നമ്മുടെ നന്ദ്യാർവട്ടം എന്ന് പറയും. ഇതിലും നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ പൂവുണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഗാർഡൻ്റെ വിശേഷങ്ങൾ. ഇതിനെന്താ പേര് പറയാമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം ഇതിലൊരുപാട് വെറൈറ്റി ചെടികളുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഗാർഡൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഈ ഗാർഡൻ സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് എഴുതിയിടാം. അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ പ്രസ് ചെയ്ത് വെക്കാനും ഒന്നും മറക്കരുത്. വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണാം. ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഈ വീടിൻ്റെ ഗാർഡൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ വീടിൻ്റെ ഒരു ഹോം ടൂർ ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ, അസ്സലാമു അലൈക്കും.